നമസ്കാരം. സിപിഎമ്മിന്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിൽ നിന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദനുമെതിരെ പുതിയൊരു ചേരി രൂപം കൊള്ളുന്നതായാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത്. കണ്ണൂരിൽ നിന്നുള്ള 3 പ്രമുഖ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉയർത്തിയ വിമർശനങ്ങൾ തികച്ചും യാദൃശ്ചികമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ടെത്തൽ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെതിരെ ഉയർന്നു വന്ന ഈ കടുത്ത വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ രാഗേഷിന് നേരെയുള്ളതല്ല, മറിച്ച് പിണറായി വിജയൻ എം.വി. ഗോവിന്ദൻ പക്ഷത്തിനെതിരെ തന്നെയുള്ള ശക്തമായ ഒരു പടയൊരുക്കത്തിന്റെ ഭാഗമാണ്. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിലെ ചില ഉന്നതരുടെ കൃത്യമായ പിന്തുണയോടെയാണ് ഈ വിമർശനങ്ങൾ ഇപ്പോൾ പരസ്യമായി പുറത്തു വരുന്നതെന്നാണ് നിഗമനം. ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഈ വിഷയം അതീവ ഗൗരവമായി തന്നെ ഉയർന്നു വരുമെന്നാണ് കരുതുന്നത്. അതേസമയം ഈ പരസ്യമായ പ്രതികരണങ്ങൾ തിരുത്തൽ പ്രക്രിയയിലെ സ്വാഭാവിക നടപടിയായി മാത്രം കണ്ടാൽ മതിയെന്നാണ് ഔദ്യോഗിക എതിർപ്പ് ഉയർത്തിയവരുടെ പക്ഷം. എന്നാൽ വിഴിഞ്ഞം വിദേശ നിക്ഷേപ വിവാദത്തിൽ പാർട്ടിയുടെ പൊതു നിലപാടല്ല പല മുതിർന്ന നേതാക്കൾക്കും ഉള്ളത് എന്നത് ഈ നീക്കങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയാണ്. മുതിർന്ന നേതാവായ ഇ.പി. ജയരാജൻ നേരത്തെ തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക നയത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ നിലപാടാണ് വിഴിഞ്ഞം വിഷയത്തിൽ പരസ്യമായി സ്വീകരിച്ചിരുന്നത്. ഇതിന് പിന്നാലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുൻപായി വന്ന പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയെ പൂർണ്ണമായും തള്ളിപ്പറയാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ്. ഈ വൻ പദ്ധതിയെ തള്ളിപ്പറഞ്ഞാൽ വിഴിഞ്ഞം പൂർണ്ണമായും UDF സർക്കാരിന്റെ മാത്രം വൻ വിജയ പദ്ധതിയായി ജനങ്ങൾ വിലയിരുത്തുമെന്നാണ് ഈ തിരുത്തൽ പക്ഷത്തിന്റെ നിലപാട്. വിഴിഞ്ഞം പോലെ ഒരു വലിയ വികസന പദ്ധതിയെ എടുത്തു കാട്ടുമ്പോൾ പാർട്ടി അതിന് പുറംതിരിഞ്ഞു നിന്നാൽ ജനങ്ങളിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അടക്കം പല നേതാക്കളുടെയും നിഗമനം. എന്നാൽ വിഴിഞ്ഞം വിഷയത്തെ പിണറായി വിജയനെയും എം.വി. ഗോവിന്ദനെയും അടിക്കാനുള്ള നല്ലൊരു വടിയായിട്ടാണ് ചില നേതാക്കൾ കാണുന്നതെന്നാണ് മറുവിഭാഗം ആക്ഷേപിക്കുന്നത്. 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. കെ രാഗേഷിനെ തിരുത്തുന്നു എന്ന വ്യാജേന കെ ശൈലജയും P.K. ശ്രീമതിയും ശക്തമായ നിലപാടുകളുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനു പുറമെ വിമതരോടുള്ള കടുത്ത നിലപാടിൽ പാർട്ടിയുടെ പരമ്പരാഗത വർഗവഞ്ചക നയത്തിന് വലിയ കല്ലുകടിയായി എം.വി. ജയരാജന്റെ മയപ്പെടുത്തിയ നിലപാടും വന്നിരുന്നു. പിന്നീട് പാർട്ടി നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എം.വി. ജയരാജൻ തന്റെ നിലപാട് തിരുത്തുന്നത്. പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും വരെ കണ്ണൂരിൽ നിന്നുള്ളവരായിട്ടും അതേ കണ്ണൂരിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും വിമർശനങ്ങളും പരസ്യമായി ഉയർന്നു വരുന്നതിൽ യാതൊരുവിധ യാദൃശ്ചികതയും ഇല്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ നിന്ന് തന്നെ ഇത്തരം വലിയ എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയാൽ അത് വളരെ പെട്ടെന്ന് തന്നെ മറ്റു ജില്ലകളിലേക്കും പടരാനുള്ള സാധ്യതയാണ് നേതാക്കൾ കാണുന്നത്. പക്ഷേ അടുത്ത മാസം നടക്കുന്ന CPM-ന്റെ വിശാലമായ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിക്കും ഗോവിന്ദനുമെതിരെ ആഞ്ഞടിക്കുന്നതിന് മുൻപായി നിലമൊരുക്കുകയാണ് ഈ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകളെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. അതിലുമുപരി മുതിർന്ന നേതാവായ M.A. ബേബി അടക്കമുള്ളവരുടെ ശക്തമായ പിന്തുണ ഈ എതിർ ശബ്ദമുയർത്തുന്ന തിരുത്തൽ പക്ഷത്തിനുണ്ടെന്നാണ് പുറത്തുവരുന്ന വലിയ നിഗമനം. ഇതിലും പരിഹാസ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രാഞ്ച് തലം മുതൽ പാർട്ടിയിൽ നടന്ന ചർച്ചകളിൽ എം.വി. ഗോവിന്ദനെയും പിണറായി വിജയനെയും പേരെടുത്തു പറഞ്ഞ അണികൾ രൂക്ഷമായി വിമർശിച്ചിരുന്നെങ്കിലും സംസ്ഥാന കമ്മിറ്റി ക്രോഡീകരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തെറ്റുപറ്റിയെന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയത്. അല്ലാതെ ആർക്കാണ് തെറ്റുപറ്റിയതെന്ന് എവിടെയും രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ കേവലം വാക്കുകളിൽ ഒതുക്കാതെ തെറ്റുപറ്റിയത് ആർക്കെന്ന് കൃത്യമായി കണ്ടെത്തി അവരെ തിരുത്തിയാൽ മാത്രമേ പാർട്ടിക്ക് ഇനി മുന്നോട്ട് നിലനിൽപ്പുള്ളൂ എന്നതാണ് എതിർ ശബ്ദമുയർത്തുന്ന നേതാക്കളുടെ യഥാർത്ഥ വികാരം. ചുരുക്കത്തിൽ വികസനങ്ങൾ കൊണ്ടുവരുന്ന V.D. സതീശൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി വിഴിഞ്ഞം ആയുധമാക്കി പിണറായിക്കും ഗോവിന്ദനും സ്വന്തം കോട്ടയായ കണ്ണൂരിൽ നിന്ന് തന്നെ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്.